So, brothers and sisters, we'll continue our study in manifesting the life of Jesus in the last days. സൗരന്മാരെ നാം നമ്മുടെ കർത്താവിൻ യേശുവിന്റെ ജീവിതം അവസാന നാളുകളിൽ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരാം. So in the last two sessions we considered the situation that there's going to be in the world in the last days. കഴിഞ്ഞ രണ്ട് സെഷനുകളായിട്ട് നമ്മൾ ചിന്തിച്ചത് ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അവസാന നാളുകളിലുള്ളത്. The world is going to sink lower and lower into corruption. ഈ ലോകം ജീർണതയിലേക്ക് കൂടുതൽ ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. Immorality and hatred. അധാർമികത, വെറുപ്പ്. The darkness is going to get darker, and so the church must shine brighter. ആ ഇരുട്ട് കൂടുതൽ അന്ധകാരമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഭ കൂടുതൽ പ്രകാശിക്കേണ്ടിയിരിക്കുന്നു. And we need to take that responsibility seriously in our church. ആ ഉത്തരവാദിത്വം നമ്മുടെ സഭയിൽ നാം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. The Lord has committed the charge of being the light of the world to the church. കർത്താവ് ഈ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നതിന്റെ ആ ഉത്തരവാദിത്വം സഭയ്ക്കാണ് നൽകിയിരിക്കുന്നത്. Jesus came into the world and said, I am the light of the world. യേശു ഈ ഭൂമിയിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയുടെ വെളിച്ചമാകുന്നുവെന്ന്. And he was for 33.5 years. 33.5 വർഷം യേശു അങ്ങനെ ആയിരുന്നു. And in a sense, he is still the light of the world, even though he's in heaven. ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴും യേശു സ്വർഗത്തിലായിരിക്കുമ്പോഴും ഈ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു. And we who know him in our hearts, we know him as our light. നാം കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ അറിയുന്ന നാം വെളിച്ചമായിട്ട് അറിയുന്നു. But the world does not know that. എന്നാൽ ലോകത്തിന് അത് അറിയത്തില്ല. So Jesus told us in the church, you are the light of the world. യേശു സഭയിലായിരിക്കും നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Matthew 5:14. മത്തായി 5:14. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. That which he did, he gave that responsibility to us. യേശു ആയിരുന്ന അത് ഇപ്പോൾ ആ ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുന്നു. And the Bible says, in Christ was life, and that life was the light of men. ബൈബിള് പറയുന്നത് ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന്റെ ജീവനാകുന്നു. John 1:4. യോഹന്നാൻ 1:4. In Christ was life, and that life was the light of men. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. The light is not the words we speak. ഈ വെളിച്ചം എന്നുള്ളത് നാം സംസാരിക്കുന്ന വാക്കുകളല്ല, but the life we live. എന്നാൽ നാം ജീവിക്കുന്ന ജീവിതമാണ്. The life behind the words we speak. നാം പറയുന്ന വാക്കുകൾക്ക് പുറകിലുള്ള ജീവിതം. The tragedy in Christianity today, and has been for many years, is that we speak more at a higher level than the quality of the life of Christians. ഈ ക്രിസ്തീയതയിലെ ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥ, അത് കുറച്ച് നാളുകളായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നാം ആയിരിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. But Jesus, he never preached for 30 years on earth. എന്നാൽ യേശു ഈ ഭൂമിയിലായിരുന്ന ആദ്യത്തെ 30 വർഷം ഒരിക്കലും പ്രസംഗിച്ചിരുന്നില്ല. He lived the life and then continued to live the life for 3.5 years after that when he preached God's word. യേശു ജീവിതം ജീവിച്ചു, അതിനുശേഷം 3.5 വർഷം താൻ പ്രസംഗിച്ച ആ സമയത്തും ജീവിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. So remember this word, in him was life, and that life, not the words, the life was the light of men. ഈ വാക്ക് ഓർത്തിരിക്കുക, അവനിൽ വെളിച്ചം ആയിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ
വാക്കുകളല്ല, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. We can say the life is the foundation and the words we speak are like the building on the foundation. നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ജീവിതം എന്നുള്ളത് അടിസ്ഥാനമാണ്, എന്നാൽ അതിനുശേഷം നാം സംസാരിക്കുന്ന വാക്കുകൾ അതിന് മുകളിൽ പണിയുന്ന ഭിത്തിയൊക്കെയാണ്. Well, you know how it will be if a building has got no foundation. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കെട്ടിടത്തിന് അടിസ്ഥാനമില്ലെങ്കിൽ എന്തായിരിക്കുമെന്ന്. And so when people speak words without a life to back it up, the whole thing will collapse one day. അതുകൊണ്ട് ആളുകൾ ജീവിതത്തിന്റെ ഒരു പിന്താങ്ങലില്ലാത്ത വാക്കുകൾ സംസാരിക്കുകയാണെങ്കിൽ എല്ലാം ഒരു ദിവസം ഇടിഞ്ഞു വീഴും. And that is why more than 95% of today's Christianity is corrupt. അതുകൊണ്ടാണ് ഇന്നത്തെ 95% ആയിട്ടുള്ള ക്രിസ്തീയത വളരെ മോശമായിരിക്കുന്നത്. I'm saying this after having observed Christianity for 65 years in many parts of the world. ഞാൻ ഇത് പറയുന്നത് 65 വർഷത്തോളമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തെ ക്രിസ്തീയതയെ ശ്രദ്ധിച്ചതിന് ശേഷമാണ്. And the corruption has come because of the leaders. അവിടെ ആ ജീർണത സംഭവിച്ചത് അവിടുത്തെ നേതാക്കന്മാരിലൂടെയാണ്. It's the leaders who are corrupt and then the people become corrupt. നേതാക്കന്മാരാണ് അഴിമതിക്കാർ. അതുകൊണ്ട് തന്നെ ആളുകൾ ജീർണിച്ചു പോകുന്നു. But in the midst of that crowd of people, some people come to a life. എന്നാൽ അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ ചില ആളുകൾ ജീവനിലേക്ക് വരുന്നു. And in every generation God raises up new fellowships of people called churches that seek to manifest the light. എല്ലാ സമയത്തും കർത്താവ് ജീവനുള്ള ആളുകളുടെ പുതിയ കൂട്ടായ്മകൾ ഉളവാക്കുന്നു. That is why in these 2000 years God has constantly raised up new churches. അതുകൊണ്ടാണ് ഈ 2000 വർഷമായിട്ട് കർത്താവ് തുടർച്ചയായിട്ട് പുതിയ സഭകളെ എഴുന്നേൽപ്പിക്കുന്നത്. Why are there so many denominations of Christianity in the world today? എന്തുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയതയിൽ വളരെയധികം സഭാ വിഭാഗങ്ങൾ ഉള്ളത്? I thank God for them. അതുള്ളത് കൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. Because if there was only one denomination from the beginning, it would be totally corrupt. ആദ്യം മുതലേ ഒരേ ഒരു സഭാ വിഭാഗമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അത് പൂർണ്ണമായിട്ടും മലിനമായിട്ടുള്ളതായിരിക്കും. Because the church was a very powerful institution right on the day of Pentecost. പെന്തക്കോസ്ത് നാൾ മുതൽ സഭ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. For some time. ചില നാളുകൾ. But very soon corruption came. എന്നാൽ വേഗത്തിൽ തന്നെ അത് അവിടെ ജീർണത തുടങ്ങി. In a very few days you find Ananias and Sapphira bringing corruption into the church in Acts chapter 5. ആദ്യത്തെ സമയത്ത് തന്നെ അനനിയാസും സഫീറയും ആ സഭയിലേക്ക് അഴിമതി കൊണ്ടുവരുന്നതായിട്ട് നാം അപ്പോസ്തലപ്രവൃത്തികൾ 5 വായിക്കുന്നു. Bringing a deception in the area of money. പണ വിഷയത്തിൽ ഒരു വഞ്ചന കൊണ്ടുവരുന്നു. So there was no manifesting of the life of Jesus at that time in that situation. അവിടെ ആ സാഹചര്യത്തിൽ യേശുവിന്റെ ജീവന്റെ വെളിപ്പെടൽ ഉണ്ടായിരുന്നില്ല. And God smote them both dead. ദൈവം അവരെ രണ്ടുപേരെയും കൊന്നു. Now, if God had continued to smite every corrupt Christian dead, there'd be hardly any Christianity left in the world today. ദൈവം ഇങ്ങനെയുള്ള ഓരോ ജീർണിച്ച അഴിമതിക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെ അടിച്ച് അവരെ ഇല്ലാതാക്കിയായിരുന്നെങ്കിൽ ഇന്ന് ഒരു ക്രിസ്തീയതയും ഉണ്ടായിരിക്കുകയില്ല ഇപ്പോൾ. Even in the time of the Apostle Paul, think how corrupt the church in Corinth was. അപ്പോസ്തലനായ പൗലോസിന്റെ സമയത്ത് പോലും എത്ര അധപ്പതിച്ചതായിരുന്നു കൊരിന്തിലെ സഭയെന്ന് ചിന്തിക്കുക. They were taking each other to court. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിൽ കയറ്റുകയായിരുന്നു ആളുകളെ. Their life was evil. അവരുടെ ജീവിതം ദോഷം നിറഞ്ഞതായിരുന്നു. A man was living in adultery with his father's second wife. ഒരു പുരുഷൻ തന്റെ പിതാവിന്റെ രണ്ടാമത്തെ ഭാര്യയുമൊത്ത് വ്യഭിചാരത്തിൽ ജീവിക്കുകയായിരുന്നു. And they were not even caring for one another when they broke bread together. അവർ ഒരുമിച്ച് അപ്പം നുറുക്കിയ സമയത്ത് തമ്മിൽ കരുതുകയും ചെയ്തിരുന്നില്ല. You read that all in 1 Corinthians. അതെല്ലാം നാം 1 കൊരിന്ത്യരിൽ വായിക്കുന്നു. And that was the first generation of Christianity. അതായിരുന്നു ക്രിസ്തീയതയുടെ ആദ്യത്തെ തലമുറ. So you see how corruption came in so quickly.
നമ്മൾ നോക്കുക, അവിടെ എത്ര പെട്ടെന്നാണ് ജീർണത കയറി വന്നത്. They certainly did not manifest the life of Jesus there. അവർ തീർച്ചയായിട്ടും യേശുവിന്റെ ജീവിതം അവിടെ വെളിപ്പെടുത്തിയിരുന്നില്ല. When you go to a good church like in Ephesus, അതിനുശേഷം എഫേസ്യ സഭ പോലെയുള്ള നല്ലൊരു സഭയിലേക്ക് പോകുന്നു. Paul tells them in Acts 20 that he stayed with them for 3 years. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20 പറയുന്നു, ഞാൻ അവരുടെ കൂടെ 20 വർഷം താമസിച്ചു, 3 വർഷം താമസിച്ചു എന്നാണ്. He spoke to the elders and said, every day and night for 3 years I preached to you. ആ മൂപ്പന്മാരോട് പറഞ്ഞത്, ഞാൻ ഓരോ രാത്രിയും പകലും ഓരോ ദിവസവും നിങ്ങളോട് പ്രസംഗിച്ചിരുന്നു എന്ന്. He said that in Acts 20. അപ്പോസ്തല പ്രവൃത്തികൾ 20 അത് പൗലോസ് പറയുന്നു. Turn there for a moment. നമ്മൾ അതിലേക്ക് ഒരു പ്രാവശ്യം തിരിയാം. Acts 20. അപ്പോസ്തല പ്രവൃത്തികൾ 20. He's speaking to the elders of Ephesus in Acts 20 verse 17. അതിന്റെ 20:17 എഫെസോസിലെ മൂപ്പന്മാരോടാണ് പൗലോസ് സംസാരിക്കുന്നത്. And he tells them that for 3 years, day and night, verse 31, I preached to you. അവിടെ 31 വാക്യത്തിൽ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞ് തന്നത് ഓർത്തുകൊള്ളുവിൻ. Day, morning and evening he preached. രാപ്പകൽ, രാവിലെയും വൈകുന്നേരവും പൗലോസ് പ്രസംഗിച്ചു. They had morning meetings and evening meetings every day. രാവിലെ സമയത്തുള്ള മീറ്റിംഗും വൈകുന്നേരത്തെ മീറ്റിംഗും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. Before they went to work and after they came back from work. അവർ ജോലിക്ക് പോകുന്നതിന് മുമ്പും ജോലിക്ക് പോയി വന്നതിന് ശേഷവും. So in 1 year, Paul has already preached 730 sermons. ഒരു വർഷത്തിൽ പൗലോസ് 730 പ്രസംഗങ്ങൾ പ്രസംഗിച്ചിരുന്നു. So in 3 years, it's nearly 2,200 sermons. 3 വർഷം കൊണ്ട് ഏകദേശം 2200ഓളം പ്രസംഗങ്ങൾ പൗലോസ് പ്രസംഗിച്ചു. Can you imagine a church that has listened to 2,200 sermons by the mighty apostle Paul? വളരെ ശക്തനായിട്ടുള്ള അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് പ്രസംഗിച്ച 2200 പ്രസംഗം കേട്ട ഒരു സഭയെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാമോ? We would think that such a church would at least survive for 5 or 10 years in power. നാം ചിന്തിക്കുമായിരിക്കും അങ്ങനെയുള്ള ഒരു സഭ 5-10 വർഷം ശക്തിയോടെ തുടരുമെന്ന്. But it could not even survive 1 year. എന്നാൽ അതിന് ഒരു വർഷം പോലും അങ്ങനെ തുടരുവാൻ കഴിഞ്ഞില്ല. Because he says there in verse 29. ഇവിടെ 29 വാക്യത്തിൽ നാം കാണുന്നു, he told them, I am about to go, leave this place. താൻ പറഞ്ഞു, ഞാൻ ഈ സ്ഥലത്തുനിന്ന് പോകാനുള്ള സമയമായിരിക്കുന്നു. And I know what will happen after I leave. ഞാൻ പോയതിനു ശേഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. Verse 29. 29 വാക്യം. Savage, not ordinary wolves, savage wolves will come in and not spare the flock. അവിടെ പറയുന്നത്, കൊടിയ ചെന്നായ്ക്കൾ, സാധാരണ ചെന്നായ്ക്കളുള്ള കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. What is the meaning of savage wolves? കൊടിയ ചെന്നായ്ക്കൾ എന്ന അർത്ഥം എന്താണ്? The church is pictured like lambs and sheep. സഭയെ പറയുന്നത് ആട്ടിൻകുട്ടികളെ പോലെയും കുഞ്ഞാടുകളെ പോലെയുമാണ്. And the elders are like shepherds to protect the lambs and the sheep from the wolves. മൂപ്പന്മാര് ഈ ചെന്നായ്ക്കളിൽ നിന്നും ആടുകളെ രക്ഷിക്കുന്നതിനുള്ള ആട്ടിടയന്മാരായിട്ടാണ് പറയുന്നത്. And the wolves are agents of the devil from the world who want to come inside and corrupt the church. ഈ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള പിശാചിന്റെ ദൂതന്മാർ, പിശാചിന്റെ ആളുകൾ, സഭയെ മോശമാക്കുവാനായിട്ട് ശ്രമിക്കുന്ന അവർ ആണ്. In actual lambs and sheep, it is a physical wolf that comes and bites and kills the sheep. ശരിയായ യഥാർത്ഥത്തിലുള്ള ആടുകളെയും കുഞ്ഞാടുകളെയും ഒക്കെ ചെന്നായ്ക്കൾ, ശരിക്കുള്ള ചെന്നായ്ക്കളാണ് വന്ന് ആക്രമിക്കുന്നത്. But here it is human beings who are agents of the devil. എന്നാൽ ഇവിടെ അത് മനുഷ്യരാണ്, അവര് പിശാചിന്റെ കിങ്കരന്മാരാണ്. And they don't come and eat anybody. അവരാരെയും വന്ന് തിന്നുകളയുന്നില്ല. They corrupt the doctrine. അവര് ആ ഉപദേശത്തെ മോശമാക്കുന്നു. They bring in the love of money into the church. സഭയിലേക്ക് പണസ്നേഹത്തെ കൊണ്ടുവരുന്നു. They bring in the fighting for one's rights in the church. ഓരോരുത്തരും അവരുടെ അവകാശത്തിനായിട്ടുള്ള പോരാട്ടം അത് കൊണ്ടുവരുന്നു. And people come in who seek their own and not the glory of Christ. ആളുകൾ വരുന്നവര് അവരുടെ സ്വയം
അന്വേഷിക്കുകയും കർത്താവിന്റെ മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. They look very decent people. അവര് പുറമെ വളരെ നല്ല വ്യക്തികളായിട്ട് കാണപ്പെടുന്നു. They don't look like wolves at all. അവര് ചെന്നായ്ക്കളെ തോന്നുകയില്ല. And so people welcome them into the church. അതുകൊണ്ട് ആളുകൾ അവരെ സഭയിലേക്ക് And very cleverly they become leaders in the church. അവര് വളരെ ബുദ്ധിപരമായിട്ട് കൗശലപരമായിട്ട് സഭയുടെ നേതാക്കന്മാരായിത്തീരുന്നു. And as leaders they love money. ആ നേതാക്കന്മാരായ ശേഷം അവര് പണം സ്നേഹിക്കുന്നു. And they love position and power. അവര് സ്ഥാനവും ശക്തിയും എല്ലാം ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. And like that the lambs are eaten up. അങ്ങനെ ആ കുഞ്ഞാടുകളെ തിന്നുകളയുന്നു. And the church becomes full of wolves instead of lambs and sheep. അങ്ങനെ ആടുകളെയും കുഞ്ഞാടുകളെയും പകരമായിട്ട് സഭ മുഴുവൻ ചെന്നായ്ക്കളെ കൊണ്ട് നിറയുന്നു. That is what has happened in most of Christianity today. അതാണ് ക്രിസ്തീയതയിൽ മിക്കവാറും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് ഇന്ന്. Most of the leaders have become our wolves. മിക്കവാറുമുള്ള നേതാക്കന്മാർ അവർ ചെന്നായ്ക്കളാണ്. Why do I say that? എന്തുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്? A wolf does not come to bless the sheep. He wants to get something from the sheep. ഒരു ചെന്നായ് ആടിനെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയല്ല വരുന്നത്, ആടിൽ നിന്നും എന്തെങ്കിലും എടുക്കുവാൻ വേണ്ടി, ലഭിക്കുവാൻ വേണ്ടിയാണ്. That is how most preachers are today. അങ്ങനെയാണ് മിക്കവാറുമുള്ള ഇന്നത്തെ പ്രസംഗകർ. They want to get money from people. അവർക്ക് ആളുകളിൽ നിന്ന് പണം വേണം. They want honor from the people. അവർക്ക് ആളുകളിൽ നിന്ന് മാനം വേണം. They want the people to serve them like Maharajas. അവരെ മഹാരാജാവിനെ ശുശ്രൂഷിക്കുന്ന പോലെ ആളുകൾ അവരെ ശുശ്രൂഷിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. That is the sad state of most of Christendom today. ഇതാണ് മിക്കവാറുമുള്ള ക്രിസ്തീയതയുടെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. Jesus said, all of you are brothers. യേശു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്. He told that to his 12 apostles. തന്റെ 12 ശിഷ്യന്മാരോടാണ് യേശു അത് പറഞ്ഞത്. They were following him. They were going to be apostles in the church, but he said, you are still brothers. അവർ യേശുവിനെ അനുഗമിക്കുന്നവരായിരുന്നു, അവർ അപ്പോസ്തലന്മാരായി തീരേണ്ടവരായിരുന്നു. അപ്പോഴും യേശു പറഞ്ഞത് നിങ്ങൾ സഹോദരന്മാരാണ്. Don't call yourself rabbi or any title. നിങ്ങളെ തന്നെ റബ്ബി എന്നോ ഏതെങ്കിലും ഒരു സ്ഥാനപ്പേര് നിങ്ങൾക്ക് നൽകരുതെന്ന് പറഞ്ഞു. But do you think Christians have obeyed that? നിങ്ങൾ ചിന്തിക്കുമോ ക്രിസ്ത്യാനികൾ അത് അനുസരിച്ചിട്ടുണ്ടോ എന്ന്? Very, very clearly Jesus said in Matthew 23. വളരെ വളരെ വ്യക്തമായിട്ട് യേശു മത്തായി 23 പറയുന്നു. In those days the biggest title was rabbi. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആ സ്ഥാനപ്പേര് റബ്ബി എന്നായിരുന്നു. And Jesus said to them in Matthew 23 verse 8, don't you be called rabbi or even teacher. യേശു മത്തായി 23:8 അവരോട് പറഞ്ഞു, നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു. And he said, you are all brothers. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. And you are, verse 11, servants. 11ാം വാക്യത്തിൽ നിങ്ങൾ ശുശ്രൂഷക്കാരായിരിക്കുന്നു. So there are two titles, if you want you can take. നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ 2 സ്ഥാനപ്പേരുകളുണ്ട്. I can call myself Brother Zach. എനിക്ക് എന്നെ തന്നെ ബ്രദർ സാക്ക് എന്ന് വിളിക്കാം. Or I can call myself Servant Zach. അല്ലെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് വേലക്കാരൻ സാക്ക് എന്ന് പറയാം. You can call me like that. നിങ്ങൾക്ക് എന്നെ അങ്ങനെ വിളിക്കാം. Brother Zach or Servant Zach. സഹോദരൻ സാക്ക് അല്ലെങ്കിൽ വേലക്കാരൻ സാക്ക്. But are those the titles that people are taking in Christendom today as leaders? ഈ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഈ സ്ഥാനപ്പേരുകളാണോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? Where do you find a Christian leader taking such a title? എവിടെയാണ് ഒരു ക്രിസ്തീയ നേതാവ് അങ്ങനെയുള്ള ഒരു സ്ഥാനപ്പേര് എടുത്ത് നിങ്ങൾ കാണുന്നത്? Who is willing to be called a servant, a velakaran? ഒരു വേലക്കാരൻ എന്ന് വിളിക്കപ്പെടുവാനായിട്ട് അവർ മനസ്സുള്ള ഒരു വ്യക്തി. Even the word dasan is a sort of a superior title. ദാസൻ എന്നുള്ളത് പോലും കുറച്ചുകൂടെ ഉയർന്ന ഒരു സ്ഥാനപ്പേരാണ്. No, Jesus said velakaran. യേശു പറഞ്ഞത് വേലക്കാരൻ എന്നാണ്. That is true Christianity. അതാണ് യഥാർത്ഥ ക്രിസ്തീയത. That is what Jesus himself was. അങ്ങനെയായിരുന്നു യേശു തന്നെയും. He was a velakaran, a servant. യേശു ഒരു വേലക്കാരനായിരുന്നു. But today we have titles like reverend and right reverend and pastor. ഇന്നത്തെ കാലത്ത് പല സ്ഥാനപ്പേരുകൾ പാസ്റ്റർ, റെവറന്റ്, റൈറ്റ് റെവറന്റ് അങ്ങനെയൊക്കെയുള്ളതുണ്ട്. What is the purpose of all this? ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്താണ്?
to say to people, I am not at your level. I am little higher than all of you. ആളുകളോട് ഇങ്ങനെ പറയാനാണ്, ഞാൻ നിങ്ങളുടെ തലത്തിലല്ല, നിങ്ങളെക്കാളും ഉയർന്ന തലത്തിലാണ് ഉള്ളതെന്ന്. Well, you can never help anybody if you are above them. നിങ്ങൾ അവരെക്കാൾ ഉയർന്ന തരത്തിൽ ആവുമ്പോൾ അവരെ ഒരിക്കലും സഹായിക്കാൻ കഴിയുകയില്ല. Jesus came underneath people to lift them up. യേശു ആളുകളുടെ താഴ്ന്നു വന്നാണ് അവരെ ഉയർത്താൻ And the വന്നത്. true servant of God will go underneath people to lift them up. യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ ദാസൻ ആളുകളുടെ താഴേക്ക് വന്നാണ് അവരെ ഉയർത്താൻ ശ്രമിക്കുന്നത്. There are so many pastors today. ഇന്ന് വളരെയധികം പാസ്റ്റർമാരുണ്ട്. In America, Nigeria, Kenya, India. അമേരിക്കയിലും നൈജീരിയയിലും കെനിയയിലും ഇന്ത്യയിലും ഒക്കെ. Whose standard of living is 100 times higher than the standard of the people who support them financially. അവരുടെ ജീവിത നിലവാരം അവരെ സാമ്പത്തികമായിട്ട് അവരെ പിന്താങ്ങുന്ന വിശ്വാസികളുടേതിനേക്കാൾ 100 മടങ്ങ് ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ളവരാണ് അവർ. Now, if they earn their own money in an honest, righteous way, I don't care if they live at 1,000 times high level. അവര് സ്വന്തമായിട്ട് അധ്വാനിച്ച് സത്യസന്ധമായിട്ട് അവർ നേടുന്ന പണം അത് ഉപയോഗിച്ച് അവർ 1000 മടങ്ങ് ജീവിത നിലവാരത്തിലും ജീവിച്ചാലും എനിക്ക് അതിൽ പ്രശ്നമില്ല. But when you take money from these poor people and live at a level even 2 levels higher than them, you're a sinner. എന്നാൽ ഈ പാവപ്പെട്ട ആളുകളിൽ നിന്നും പണം സ്വീകരിച്ചിട്ട് അവരിൽ നിന്നും 2 മടങ്ങ് ഉയർന്ന നിലവാരത്തിൽ നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾ പാപം ചെയ്യുന്നു, പാപികളാണ്. If you receive money from anybody poorer than you, you are a criminal, not a servant of God. നിങ്ങളെക്കാൾ ദരിദ്രരായിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ പണം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കുറ്റവാളിയാണ്, ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകനല്ല. I've been serving the Lord 60 years. ഞാൻ 60 വർഷമായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. Nearly 60 years. ഏകദേശം 60 വർഷം. Full time. പൂർണ്ണ സമയമായിട്ട്. I can say before the Lord, to the best of my knowledge, I have never taken money from anybody poorer than me if they give me a gift. ഞാൻ കർത്താവിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ കഴിയും, ഈ വർഷങ്ങളിലൊന്നും എന്നേക്കാൾ ദരിദ്രരായിട്ടുള്ള ആരിൽ നിന്നും ഞാൻ ഒരു സമ്മാനം സ്വീകരിച്ചിരുന്നില്ല. I know how much I earn every month, and if somebody earns less than me every month, I will not take 1 paisa from him. ഞാൻ ഒരു മാസം എത്രയാണ് സമ്പാദിക്കുന്നത് എനിക്കറിയാം. ആരെങ്കിലും എന്നേക്കാൾ കുറവ് സമ്പാദിക്കുന്നവർ എനിക്ക് സമ്മാനം തരികയാണെങ്കിൽ അവരിൽ നിന്ന് 1 പൈസ പോലും ഞാൻ എടുക്കുകയില്ല. And God knows that is the truth. അത് സത്യമാണെന്ന് ദൈവത്തിന് അറിയാം. I remember once in Tamil Nadu. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, തമിഴ്നാട്ടിൽ One very poor old lady came and gave me 50 rupees at the end of the meeting. മീറ്റിംഗിന്റെ അവസാനം ഒരു വളരെ ദരിദ്രയായിട്ടുള്ള ഒരു സ്ത്രീ അവര് 50 രൂപ എനിക്ക് കൊണ്ടു തന്നു. And the Lord told me in my heart, കർത്താവ് എന്റെ ഹൃദയത്തിൽ എന്നോട് പറഞ്ഞു, take it. അത് എടുക്കൂ. And after she goes away, put it in the offering box. അവൾ പോയതിനു ശേഷം അത് ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുക. Don't touch that money yourself. ആ പണം നിനക്കായിട്ട് നീ തൊടരുത്. And I know why the Lord told me that. എനിക്കറിയാം കർത്താവ് എന്തുകൊണ്ടാണ് എന്നോട് അത് പറഞ്ഞതെന്ന്. If I had said no to that poor old woman, ഞാൻ ആ പാവപ്പെട്ട പ്രായമുള്ള സ്ത്രീയോട് അത് വേണ്ട എന്ന് പറയുകയായിരുന്നെങ്കിൽ, he was giving sincerely a gift to the Lord. അവര് വളരെ ആത്മാർത്ഥതയോടെ കർത്താവിന് ഒരു സമ്മാനം കൊടുക്കുകയായിരുന്നു. I would have insulted her by refusing it. അത് നിരാകരിക്കുന്നത് വഴി അവളെ ഞാൻ അപമാനിക്കുമായിരുന്നു. And she would have gone away thinking, oh, Brother Zach is such a great servant of God, I must give him at least 500 rupees, then he'll receive it. അവൾ പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ബ്രദർ സാക്ക് ഇത്രയും വലിയൊരു കർത്താവിന്റെ ദാസനായതുകൊണ്ട് 500 രൂപയെങ്കിലും കൊടുത്താലേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന്. 50 rupees and all is too small for him. 50 രൂപയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ചെറിയ തുകയാണെന്ന്. So I thanked her with all my heart and took it. ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടും ആ സഹോദരിയോട് നന്ദി പറഞ്ഞ് അത് സ്വീകരിച്ചു. And after she went away, I put the money in the offering box. അവൾ പോയതിനു ശേഷം ആ പണം ഞാൻ പെട്ടിയിൽ ഇട്ടു. I knew I could not touch it. അത് എനിക്ക് വേണ്ടി ഞാൻ തൊട്ടില്ല. I knew I couldn't do it. I knew that I could not do it. എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. Because Jesus never accepted money from someone who was poorer than him to spend on himself. കാരണം യേശു തനിക്ക് വേണ്ടി ചെലവഴിക്കുവാൻ തന്നെക്കാൾ ദരിദ്രരായിരിക്കുന്നവരിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നില്ല. If it was given for the Lord's work, it would go for the Lord's work.
അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അത് അതിനുവേണ്ടി ചെലവാക്കപ്പെടും. If all Christian leaders had followed this principle, we'd have a little purer Christianity today. എല്ലാ ക്രിസ്തീയ നേതാക്കളും ഈ ഒരു കാര്യം പിൻപറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശുദ്ധമായിട്ടുള്ള ക്രിസ്തീയത ഉണ്ടാകുമായിരുന്നു. So the manifesting the life of Jesus must begin with the elders and the leaders. ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നത് ആ നേതാക്കന്മാർ മൂപ്പന്മാരിലൂടെയാണ് ആരംഭിക്കേണ്ടത്. So that is where we have been very strict in our churches with the quality of standard of life we expect from our elders. അതുകൊണ്ടാണ് നാം നമ്മുടെ മൂപ്പന്മാരുടെ ജീവിത നിലവാരം, അവരുടെ ജീവിതത്തിന്റെ ആ കാര്യത്തിൽ നാം വളരെ കാർക്കശ്യമുള്ളവരായിരിക്കുന്നത്. When there are so many denominations in Kerala, why should God start another CFC denomination here? കേരളത്തിൽ ഇത്രയധികം സഭാവിഭാഗങ്ങൾ ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മറ്റൊരു സഭാവിഭാഗമായിട്ടുള്ള CFC തുടങ്ങിയത്? I'll tell you. ഞാൻ പറയാം. Because the standard of life in a church is usually decided by the leaders of that church. ഒരു സഭയിലെ ആത്മീയ നിലവാരം അത് തീരുമാനിക്കുന്നത് അതിന്റെ അത് അവിടുത്തെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഇരിക്കുന്നത്. Whatever the leaders teach. നേതാക്കന്മാർ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? The Roman Catholics follow the teaching of their priests. റോമൻ കത്തോലിക്കക്കാർ അവരുടെ പുരോഹിതന്റെ പഠിപ്പീരുകളാണ് പിൻപറ്റുന്നത്. The same way with the Jacobites and the Marthomites. ഇതേപോലെ തന്നെയാണ് യാക്കോബായക്കാരും And the same thing with the brethren and the Pentecostals. ഇതേപോലെ തന്നെയാണ് ബ്രദറൻകാരും പെന്തക്കോസ്തുകാരും. And the same thing in CFC. CFCയിലും അങ്ങനെ തന്നെയാണ്. The leaders, what they preach and their standard of life is the example for the people. അവിടുത്തെ നേതാക്കന്മാർ അവര് പ്രസംഗിക്കുന്നതും അവരുടെ ജീവിതത്തിന്റെ ആത്മീയ നിലവാരവും അതാണ് ആളുകൾ പിൻപറ്റുന്നത്. And that is why corruption has come. അതുകൊണ്ടാണ് ജീർണത വന്നത്. Because the leaders are not manifesting the life of Jesus. കാരണം നേതാക്കന്മാർ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നില്ല. They are living according to their own selfish standards. അവരുടെ തന്നെ സ്വാർത്ഥപരമായിട്ടുള്ള നിലവാരത്തിലാണ് അവർ ജീവിക്കുന്നത്. And that is why God has to constantly begin something new. അതുകൊണ്ടാണ് കർത്താവിന് എപ്പോഴും പുതിയതായിട്ടൊന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നത്. Many years ago, the Brethren Assembly started in Kerala in the early 20th century. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രദറൻ അസംബ്ലി കേരളത്തിൽ തുടങ്ങി. That was to save the church from the corruption of the other denominations. മറ്റ് സഭാ വിഭാഗങ്ങളുടെ ജീർണതയിൽ നിന്നും സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത് തുടങ്ങിയത്. But the Brethren Assembly today is not like it was in the early days. അവർ അവരുടെ ആരംഭകാലത്തായിരുന്നതുപോലെയല്ല ഇപ്പോഴത്തെ ബ്രദറൻ അസംബ്ലി. So when that started getting corrupt, God started the Pentecostals. ആ കാര്യം അവരവിടെ ജീർണത ആരംഭിച്ച സമയത്ത് ദൈവം പെന്തക്കോസ്ത് സഭയെ തുടങ്ങി. That started very well. അതും വളരെ നന്നായിട്ട് ആരംഭിച്ചതാണ്. Their leaders were poor and simple people who trusted the Lord. അവരുടെ നേതാക്കന്മാർ വളരെ ലളിതമായിട്ടുള്ളവരും പാവപ്പെട്ടവരുമാണ്, കർത്താവിൽ ആശ്രയിച്ചിരുന്നവരാണ്. But today's leaders have become millionaires from the money they take from people. എന്നാൽ ഇന്നത്തെ നേതാക്കന്മാർ ആളുകളിൽ നിന്നും അവര് എടുക്കുന്ന പണം കൊണ്ട് അവര് വലിയ സമ്പത്തുള്ളവരായി. I'm not criticizing anybody. ഞാൻ ആരെയും വിമർശിക്കുന്നില്ല. I'm just saying you look around and see if what I'm saying is true or not. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചുറ്റുപാടും നോക്കി ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് നോക്കുക. There's corruption in every denomination of Christendom. ക്രിസ്തീയതയിലുള്ള എല്ലാ സഭാ വിഭാഗത്തിലും ജീർണതയുണ്ട്. My calling is not to preach to the Hindus and Muslims in India. എന്റെ വിളി ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളോടോ മുസ്ലിങ്ങളോടോ പ്രസംഗിക്കുവാനല്ല. There are people who called for that and I praise the Lord, let them go and preach that. അങ്ങനെ അതിനുവേണ്ടി വിളിക്കപ്പെട്ട ആളുകളുണ്ട്, അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, അവരത് ചെയ്യട്ടെ. My calling is to lead those who are call themselves Christians to the standard of the New Testament. എന്നാൽ എന്റെ വിളി ക്രിസ്ത്യാനികളായിട്ട് വിളിക്കപ്പെട്ടവരെ പുതിയ നിയമത്തിന്റെ ആ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ്. To be free from the love of money, പണസ്നേഹത്തിൽ നിന്നും ഉള്ള രക്ഷ, and to overcome sin, പാപത്തെ ജയിക്കുക, and to be built together as one body without conflict. തമ്മിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ ഒന്നായിട്ട് അവർ ചേർക്കപ്പെടുക. And to build godly families where godly children grow up.
ദൈവഭക്തരായിട്ടുള്ള കുടുംബങ്ങൾ, ദൈവഭക്തിയുള്ള മക്കൾ വളർന്നു വരുന്ന ദൈവഭക്തിയുള്ള കുടുംബങ്ങൾ. These are the main things we have emphasized in our church. നാം ഊന്നി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. Can corruption come into a CFC church? CFC സഭയിൽ അഴിമതി വരുവാൻ കഴിയുമോ? Sure. തീർച്ചയായും. In the last 50 years it has come in some different places. I've seen that. കഴിഞ്ഞ 50 വർഷമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അത് വന്നിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. But it could not corrupt every church. എന്നാൽ അത് എല്ലാ സഭകളെയും മോശമാക്കുവാൻ കഴിഞ്ഞില്ല. Yeah, corruption can come into the leaders of CFC also. CFCയിലെ നേതാക്കന്മാരുടെ ഇടയിലും മലിനത വരാൻ കഴിയും. But what I say is we keep fighting it. എന്നാൽ ഞാൻ പറയുന്നത് നാം അതിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കണം. And wherever I see corruption in a CFC church, I will fight it with all my heart. ഒരു CFC സഭയിൽ ഞാൻ എവിടെയെങ്കിലും മലിനത കാണുകയാണെങ്കിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അതിനെതിരെ പോരാടും. There are leaders whom I have corrected in CFC. CFCയിൽ ഞാൻ തിരുത്തിയ നേതാക്കന്മാരുണ്ട്. And some of them have got offended and left. അവരിൽ ചിലരൊക്കെ മുറിപ്പെട്ട് വിട്ടുപോയിട്ടുണ്ട്. And gone around speaking evil about me. അവര് ചുറ്റുപാട് നടന്ന് എനിക്കെതിരെ മോശക്കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നു. I have forgiven them. അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. I say you're not fighting against me, you're fighting against the Lord. ഞാൻ പറയുന്നു, നിങ്ങൾ എനിക്കെതിരെയല്ല പോരാടുന്നത്, നിങ്ങൾ കർത്താവിനെതിരെയാണ് പോരാടുന്നത്. What I'm saying is it's a constant battle to get people to manifest the life of Jesus in these last days. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഈ അവസാന ദിവസങ്ങളിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക, അതിനുവേണ്ടി ആളുകൾ തയ്യാറാക്കുക എന്നുള്ളത് തുടർച്ചയായിട്ടുള്ള ഒരു പോരാട്ടമാണ്. And I want to speak to the elders. എനിക്ക് മൂപ്പന്മാരോട് സംസാരിക്കണം. If you are seeking your own popularity, you will never be a true servant of God. നിങ്ങളുടെ മാനം ആണ് നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്തുകയില്ല. If you want to get a name as a great preacher, you will never be a true servant of God. നിങ്ങൾ ഒരു നല്ല പ്രസംഗകൻ എന്നുള്ള ഒരു പേരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും കർത്താവിന്റെ യഥാർത്ഥ ശുശ്രൂഷകനാകുകയില്ല. If you are seeking money or even a small gift from anybody in your church, you cannot be a servant of God. നിങ്ങൾ പണമോ ഏതെങ്കിലും നിങ്ങളുടെ സഭയിൽ ആരെങ്കിലും ഒരു ചെറിയ സമ്മാനമോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ ദാസനായിരിക്കും. God is my witness. I do not seek any gift. I have never desired any gift from anybody. കർത്താവ് എന്റെ സാക്ഷിയാണ്. ഞാൻ ആരിൽ നിന്നും ഒരു സമ്മാനം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. I'm not saying I'm better than others. ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്നല്ല പറയുന്നത്. I'm following a command given in 1 Corinthians 11 verse 1. ഞാൻ 1 കൊരിന്ത്യർ 11ന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കൽപ്പന അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. Where the Holy Spirit inspired Paul to say, അവിടെ പൗലോസിനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് പറയുന്നതാണ്, follow me or imitate me as I follow Christ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. Paul looked at the footsteps of Christ and put his footsteps there. പൗലോസ് യേശുവിന്റെ കാലടികൾ നോക്കി അതിന്റെ പുറകെ തന്റെ കാലടികൾ അതിലൂടെ. In other words, even though he never saw Jesus on earth, he studied the life of Jesus. മറ്റു വാക്കുകൾ പറഞ്ഞാൽ പൗലോസ് യേശുവിനെ ഭൂമിയിൽ വെച്ച് ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു. And he said, I want to walk like that. എന്നിട്ട് പറഞ്ഞു, അതുപോലെ എനിക്കും നടക്കണം. I've never seen Paul or Christ. ഞാൻ പൗലോസിനെയോ ക്രിസ്തുവിനെയോ ഒരിക്കലും കണ്ടിട്ടില്ല. But I read in the Bible how they lived. എന്നാൽ ബൈബിളിൽ അവരെങ്ങനെ ജീവിച്ചു എന്ന് ഞാൻ വായിക്കുന്നു. I said, I want to put my footsteps there. ഞാൻ പറഞ്ഞു, എനിക്കും എന്റെ കാൽപാദങ്ങൾ അവരുടെ കാലടികളിൽ. That is what the Holy Spirit is commanding in 1 Corinthians 11 verse 1. കാരണം അതാണ് പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ 11ന്റെ 1-ൽ കൽപ്പിച്ചിരിക്കുന്നത്. So, if the church is to manifest the life of Christ in the last days, the leaders must do it first. കാരണം സഭ അവസാന നാളുകളിൽ കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്തണമെങ്കിൽ ആദ്യം നേതാക്കന്മാർ അങ്ങനെ ചെയ്യണം. Many people preach so loudly, shouting hallelujah and all that. പല ആളുകൾ വളരെ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടൊക്കെ പ്രസംഗിക്കാറുണ്ട്. And what they preach may be very high standard. അവര് പ്രസംഗിക്കുന്നതും വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കാം. Their life is such a low standard. എന്നാൽ അവരുടെ ജീവിതം വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. And so their life is preaching louder than their words. അവരുടെ
അവരുടെ ജീവിതമാണ് അവരുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. Like somebody said to a preacher, ആരോ ഒരു പ്രസംഗകനോട് ഇങ്ങനെ പറഞ്ഞു, I can't hear what you're preaching because your life is speaking much louder than that. നിങ്ങൾ പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, കാരണം നിങ്ങളുടെ ജീവിതം അതിനേക്കാൾ ഉച്ചത്തിൽ Your സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. life is so corrupt. നിങ്ങളുടെ ജീവിതം വളരെ അഴിമതി നിറഞ്ഞതാണ്. That is shouting louder than the high standard you're preaching with your words. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്ന ഉയർന്ന നിലവാരത്തെക്കാൾ ഉച്ചത്തിൽ ആ ജീവിതമാണ് പ്രസംഗിക്കുന്നത്. It must be the other way around. അത് നേരെ തിരിച്ചുമാകാം. That my life must speak louder in a higher standard than the words I speak. ഞാൻ സംസാരിക്കുന്ന വാക്കുകളെക്കാൾ ഉച്ചത്തിൽ ഉയർന്ന ഒരു നിലവാരം എന്റെ ജീവിതം കൊണ്ട് സംസാരിക്കുന്നു. What I mean by that is that in my private life, which people do not know, I must have a higher standard than what they think I have. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സ്വകാര്യ ജീവിതത്തിൽ ആളുകൾ കാണാത്ത ഇടത്ത് ഞാൻ അവർക്ക് അറിയാവുന്നതിലും ഉയർന്ന ഒരു നിലവാരം ഉണ്ടായിരിക്കണം. For example, ഉദാഹരണത്തിന്, people know how I speak, how I behave outwardly towards them. ഞാൻ പുറമെ സംസാരിക്കുന്നതോ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ആൾക്ക് അറിയാം. But they don't know what's going on in my thoughts. എന്നാൽ എന്റെ ചിന്തകൾ എന്താണ് കടന്നു പോകുന്നതെന്ന് അവർക്കറിയില്ല. They don't know how I keep my accounts, my financial matters in secret. എന്റെ സാമ്പത്തിക കാര്യങ്ങൾ രഹസ്യമായിട്ട് ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. But that must be higher in God's eyes standard than the level I preach. അതൊക്കെ ദൈവത്തിന്റെ കണ്ണിലും ദൈവത്തിന്റെ ആ നിലവാരത്തിൽ ഉയർന്നതായിരിക്കണം ഞാൻ പ്രസംഗിക്കുന്ന നിലവാരത്തെക്കാൾ. Or at least it must be back up every word that I speak. അല്ലെങ്കിൽ അത് ഇത്രയെങ്കിലും വേണം, ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കിനെയും പിന്താങ്ങുന്ന രീതിയിലുള്ള തരത്തിൽ അത്രയും ഉയർന്നതായിരിക്കണം അത് ആ കാര്യം. Paul told Timothy in 1 Timothy chapter 4. പൗലോസ് തിമോത്തിയോസിനോട് 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, Verse 16. 16-ാം വാക്യം. Very one sentence has got a tremendous power in it. ഒരു വാക്യത്തിന് എത്ര ശക്തിയാണുള്ളത്. Pay close attention to two things. രണ്ട് കാര്യത്തെക്കുറിച്ച് നീ ശ്രദ്ധിക്കുക. Your life and your teaching. നിന്റെ ജീവിതം, നിന്റെ ഉപദേശം. And persevere in these things. ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. Because if you keep on persevering in these things, salvation will first of all come to you, and then it will come to those who hear you. അങ്ങനെ നീ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. Our life and our teaching are like the two legs we stand on. നമ്മുടെ ജീവിതവും നമ്മുടെ ഉപദേശവും അത് നമ്മൾ നിൽക്കുന്ന രണ്ട് കാലുകൾ പോലെയാണ്. When a baby is born, a normal baby will have two legs exactly the same length. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് സാധാരണ നിലയിലുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അതിന്റെ രണ്ട് കാലുകളും ഒരേ പോലെ ഉള്ളതായിരിക്കും, ഒരേ നീളത്തിലുള്ള. Every year as the baby grows, both legs grow the same length. ഓരോ വർഷവും ആ കുഞ്ഞ് വളരും തോറും രണ്ട് കാലുകളും ഒരേപോലെ നീളം വെച്ചുകൊണ്ടിരിക്കും. When that child is now 30-year-old man, both legs are the same length. ഇപ്പോൾ ആ കുഞ്ഞ് ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോഴും അതേ രണ്ട് കാലുകൾക്ക് ഒരേ നീളമാണ്. And more than 90% of people grow like that. 90% ആളുകളും അങ്ങനെയാണ് വളരുന്നത്. How many people do you see in the world limping on one leg? ഒരു കാലിൽ മുടന്തി നടക്കുന്ന ആളുകളെ എത്ര പേരെ നിങ്ങൾ ലോകത്തിൽ കാണാറുണ്ട്? Less than 10%. 10% താഴെ മാത്രമേ ഉള്ളൂ. All legs grow normally equal length. ഓരോ കാലുകളും അത് സാധാരണഗതിയിൽ ഒരേ നീളത്തിലാണ് വളരുന്നത്. Paul says your life and your teaching must be like that, equal length. പൗലോസ് പറയുന്നത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഉപദേശവും അതേപോലെ ആയിരിക്കണം, ഒരേ നീളമുള്ളത്. Not just the preachers. അത് പ്രസംഗകർക്ക് മാത്രമല്ല, അത് every brother and sister in the church. സഭയിലുള്ള ഓരോ സഹോദരനും സഹോദരിയും. Your life at home must be the same standard as you teach and preach to others. നിങ്ങളുടെ ഭവനത്തിലുള്ള ജീവിതം നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന അതേ നിലവാരത്തിലുള്ളതായിരിക്കണം. If you are not a preacher, at least the impression you are giving to others of your Christianity must be true in your private life. നിങ്ങൾ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് നൽകുന്ന ഒരു ധാരണ അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെത് പോലെ തന്നെ ആയിരിക്കണം. So when we talk about manifesting the life of Jesus, here it is. നാം യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയാണിത്. Jesus' life was exactly equal to what he preached.
യേശുവിന്റെ ജീവൻ താൻ പ്രസംഗിച്ചതുപോലെ തന്നെയായിരുന്നു. He could say, "Follow me." യേശുവിന് പറയാമായിരുന്നു എന്നെ അനുഗമിക്കുക എന്ന്. He never said, "Don't look at my life, just listen to my teaching." യേശു ഒരിക്കലും പറഞ്ഞില്ല എന്റെ ജീവിതം നോക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്താൽ മതി എന്ന്. But unfortunately, that is what many preachers have to say today. എന്നാൽ നിർഭാഗ്യവശാൽ പല പ്രസംഗകർക്കും അങ്ങനെയാണ് പറയാൻ കഴിയുക ഇന്ന്. Let me give you an example from John chapter 1. ഞാൻ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകട്ടെ. You know, John the Baptist was the man who introduced Jesus to Israel. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേലിന് യേശുവിനെ പരിചയപ്പെടുത്തിയത് യോഹന്നാൻ സ്നാപകനാണ്. And this is what John preached to his disciples in John 1:35. ഇങ്ങനെയാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. യോഹന്നാൻ 1:35. John the Baptist said this. യോഹന്നാൻ സ്നാപകനാണ് ഇത് പറയുന്നത്. Verse 36, he looked at Jesus and told his two disciples, verse 35, "Behold the Lamb of God." 35-36 ആയിട്ട് യേശുവിനെ നോക്കിക്കൊണ്ട് തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടുമായിട്ട് പറയുന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. And the word in English, behold, means look carefully at the Lamb of God. ഇംഗ്ലീഷിലുള്ള ബിഹോൾഡ് എന്നുള്ള വാക്ക് ശ്രദ്ധയോടെ ദൈവത്തിന്റെ കുഞ്ഞാട്ടിലേക്ക് നോക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. Let's take that exhortation. Look carefully at Jesus Christ. നമുക്ക് ആ പ്രബോധനം സ്വീകരിക്കാം. ക്രിസ്തുവിലേക്ക് ശ്രദ്ധയോടെ നോക്കുക. It's a beautiful word to take for heed all our life. John 1:36, look carefully at the Lamb of God. നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ എടുക്കാവുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള വാക്യമാണ് യോഹന്നാൻ 1:36. ക്രിസ്തുവിലേക്ക് ശ്രദ്ധയോടെ നോക്കുക. God is my witness as I say this. ഇത് പറയുമ്പോൾ ദൈവം എനിക്ക് സാക്ഷിയാണ്. That for the last 65 years I have obeyed that command. കഴിഞ്ഞ 65 വർഷമായിട്ട് ഞാൻ ഈ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. God is my witness as I say this. ഈ കാര്യം പറയുമ്പോഴും ദൈവം എന്റെ സാക്ഷിയാണ്. I'm saying it in his presence. കർത്താവിന്റെ സന്നിധിയിലാണ് ഞാൻ ഇത് പറയുന്നത്. I have tried my best in 65 years to look carefully at how Jesus lived on earth. ഈ 65 വർഷമായിട്ട് യേശു എങ്ങനെ ഭൂമിയിൽ ജീവിച്ചു എന്നതിനെ വളരെ ശ്രദ്ധയോടെ നോക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I'm not saying I've reached that standard. ഞാൻ ആ നിലവാരത്തിൽ എത്തി എന്നല്ല ഞാൻ പറയുന്നത്. I may be only 1% of that standard today. ഞാൻ ഇന്ന് ആ നിലവാരത്തിന്റെ 1% മാത്രമായിരിക്കാം എത്തിയിരിക്കുന്നത്. Or perhaps less. അതിലും കുറവായിരിക്കാം. But according to my conscience, I'm absolutely clear that according to the light I have of Jesus' life, I live according to that light. എന്നാൽ എന്റെ മനസാക്ഷി പ്രകാരം എനിക്ക് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് വെളിച്ചത്തിൽ പ്രകാരം ഞാൻ പൂർണ്ണമായിട്ടും അത് അനുസരിച്ചിരിക്കുന്നുവെന്ന്. I cannot live more than the light I have. എനിക്ക് ഉള്ള വെളിച്ചത്തിൽ അധികമായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുമില്ല. When I was in kindergarten, I could only say CAT is cat and BAT is bat. ഞാൻ നഴ്സറിയിലായിരുന്നപ്പോൾ എനിക്ക് CAT cat എന്നും BAT bat എന്നും മാത്രമേ അറിയുമായിരുന്നു. I couldn't say 2 + 2 is 4. I know that. എനിക്കിപ്പോ 2 × 2 4 എന്നുള്ളത് ഇപ്പോൾ അറിയാം. But when I go beyond kindergarten to first standard, second standard, I can learn more. എന്നാൽ നഴ്സറിയിൽ നിന്നും ഉയർന്ന് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. So through the years I have learned more and more how Jesus lived, and I try to live according to that. ഈ വർഷങ്ങളിലൊക്കെ ഞാൻ കൂടുതലായിട്ട് യേശു എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കുകയും ആ രീതിയിൽ ഞാൻ ജീവിക്കുകയും ചെയ്തു. But I have not finished my education. I have got many years to go to finish my education. എന്റെ വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും പല വർഷങ്ങൾ ആ വിദ്യാഭ്യാസത്തിനായിട്ട് എനിക്ക് ഉണ്ട് ഇനി. So I'm, like Paul said, I'm forgetting what is behind and I'm pressing forward to what is ahead. പൗലോസ് പറയുന്നത് പോലെ ഞാനും പറയുന്നു, ഞാൻ പിന്നിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. But I'm always obeying this command, verse 36, look carefully at the Lamb of God. എന്നാൽ എപ്പോഴും ഞാൻ ഈ കൽപ്പന ഞാൻ അനുസരിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. It says the two disciples heard him speak and they followed Jesus. ഇവിടെ പറയുന്നു ആ 2 ശിഷ്യന്മാർ യോഹന്നാൻ അത് പറയുന്നത് കേട്ട് യേശുവിനെ അനുഗമിച്ചു എന്നാണ്. That's the second verse I've tried to follow as a preacher. ഒരു പ്രസംഗകൻ എന്ന നിലയിൽ പിൻഗമിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ കാര്യം അതാണ്. It doesn't say the two disciples heard John the Baptist and followed John the Baptist. യോഹന്നാൻ സ്നാപകനെ പറയുന്നത് 2 ശിഷ്യന്മാർ കേട്ടിട്ട് അവർ യോഹന്നാൻ സ്നാപകനെ അനുഗമിച്ചു എന്നല്ല പറയുന്നത്. No, see the difference. ഈ വ്യത്യാസം കാണുക. They heard
John the Baptist speak and they followed Jesus. അവര് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അവർ യേശുവിനെ പിൻപറ്റി. They did not follow John the Baptist. അവർ യോഹന്നാൻ സ്നാപകനെ അല്ല പിൻപറ്റിയത്. I've often thought this is the word that should be written on my tombstone after I die. ഞാൻ മിക്കവാറും ചിന്തിക്കാറുണ്ട്, എന്റെ കല്ലറയിൽ എഴുതി വെക്കേണ്ട വാക്കുകൾ ഇതാണ് ഞാൻ മരിച്ചതിന് ശേഷം. They heard him speak and they did not follow him, they followed Jesus. അവൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ചില്ല, അവർ യേശുവിനെ അനുഗമിച്ചു. Or they followed him as much as he followed Jesus. അവൻ യേശുവിനെ അനുഗമിച്ചതുപോലെ അവർ യേശുവിനെ അനുഗമിച്ചു. That should be our life. അതായിരിക്കണം നമ്മുടെ ജീവിതം. They heard you speak and they followed Jesus. നിങ്ങൾ സംസാരിക്കുന്നത് അവർ കേട്ട് അവർ യേശുവിനെ അനുഗമിക്കുന്നു. God is my witness, that is the greatest longing of my heart. ദൈവം എന്റെ സാക്ഷിയാണ്, അതാണ് എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. All the 50 years that I preached in CFC, 50 വർഷമായിട്ട് ഞാൻ CFCയിൽ പ്രസംഗിച്ചത്, I've kept on telling people, ഞാൻ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, follow me as I follow Christ. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക. If you hear me speak, you must follow Jesus more closely than before. നിങ്ങൾ എന്നെ ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ യേശുവിനെ നിങ്ങൾ നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ അടുത്ത് കാണണം. And I praise God that many people have done that. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, പല ആളുകളും അത് ചെയ്തിട്ടുണ്ട്. But here it says, next verse, ഇവിടെ കാണുന്ന അടുത്ത വാക്യത്തിൽ പറയുന്നു, Jesus asked them, what are you seeking? യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? And they didn't ask for a doctrine. അവരൊരു ഉപദേശത്തിനായിട്ടല്ല ചോദിച്ചത്. They said, Rabbi, where are you staying? അവര് പറയുന്നു, ഗുരു നീ എവിടെ പാർക്കുന്നു? They were saying to them in another words, show us how you are living in your home. മറ്റൊരു വാക്കുകൾ പറഞ്ഞാൽ, അങ്ങയുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെ ഞങ്ങളെ കാണിച്ചു തരണമേ. Like people telling me, Brother Zach, let me come to your home and see how you live there. ഇത് ആളുകൾ ഇങ്ങനെ പറയുന്ന പോലെയാണ്, ബ്രദർ സാക്ക്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു കാണട്ടെ എന്ന്. Where are you staying, Brother Zach? എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് ബ്രദർ സാക്ക്? Come and see. വന്ന് കാണുക. Verse 39. 39 വാക്യം. Jesus said, come and you will see. വന്ന് കാണുവിൻ. That is the other word that has come to my heart. എന്റെ ഹൃദയത്തിൽ വന്ന മറ്റൊരു വാക്യം അതാണ്. And I should be able to tell people, come any time to my house and see how I live. ആളുകളോട് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, ഏത് സമയത്തും വന്ന് എന്റെ വീട്ടിൽ വന്ന് ഞാൻ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്ക് കാണാം. Give a surprise and suddenly come into my house if the door is open without knocking. എനിക്ക് നേരത്തെ പറയാതെ സർപ്രൈസ് ആയിട്ട് വന്ന് എന്റെ വാതിലിൽ ഒരു ദിവസം മുട്ടുക. No, even if it's open, just walk in. അത് തുറന്നു കിടക്കുകയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറി വരിക. Give me a surprise and see how I'm talking to my wife. ഞാൻ എന്റെ ഭാര്യയോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ വന്ന് കാണുന്നത് കൊണ്ട് എനിക്കൊരു ആശ്ചര്യം തരിക. And see if I'm living what I'm speaking or not. ഞാൻ പറയുന്നത് ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അങ്ങനെ how I'm bringing up my children. എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് കാണുക. See if I love my children more than I love Christ, or whether I love Christ more than I love my children. ഞാൻ എന്റെ മക്കളെ ക്രിസ്തുവിനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ടോ എന്നോ, അതോ ഞാൻ ക്രിസ്തുവിനെയാണോ എന്റെ മക്കളെക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ടോ എന്ന് കാണുക. Will I rebuke my children to bring them to the standard of Christ? ഞാൻ അവരെ ക്രിസ്തുവിന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവരെ ശാസിക്കാറുണ്ടോ? Or will I lower the standard of Christ to keep my children happy? അതോ എന്റെ മക്കളെ സന്തോഷിപ്പിക്കുവാൻ ക്രിസ്തുവിന്റെ നിലവാരം ഞാൻ കുറയ്ക്കുന്നുണ്ടോ? I say, come and see. ഞാൻ പറയുന്നു, വന്ന് കാണുക. Come and see, not come and hear what I say. വന്ന് ഞാൻ പറയുന്നത് കേൾക്കുകയല്ല, വന്ന് കാണുക. The Old Testament prophets never could say, come and see. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഒരിക്കലും വന്ന് കാണുവാൻ പറഞ്ഞിരുന്നില്ല. Their message was, come and hear the word of the Lord, that is, I am speaking. അവരുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു, ഞാൻ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം വന്ന് കേൾക്കുക. Moses said that. മോശെ അത് പറഞ്ഞിരുന്നു. He did not say, come and see how I fight with my wife at home over the matter of circumcision. മോശെ പറഞ്ഞില്ല, വന്ന് എന്റെ ഭാര്യയുമായിട്ട് പരിച്ഛേദനയുടെ വിഷയത്തിൽ ഞാൻ ഭാര്യയുമായിട്ടുള്ള വഴക്ക് വന്ന് കാണുക എന്ന് പറഞ്ഞില്ല. You read in Exodus chapter 4, Moses and his wife had a fight over circumcision. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ മോശയും ഭാര്യയും തമ്മിൽ
പരിച്ഛേദനയെ സംബന്ധിച്ച് ഒരു വഴക്കുണ്ടായിരുന്നു എന്ന്. He is a Jew and his wife was not a Jew. മോശ യഹൂദനും തന്റെ ഭാര്യ യഹൂദയല്ലായിരുന്നു. So when the son was born, the wife said, "No, we are not going to circumcise. We don't do such things." മകൻ ജനിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഇല്ല, പരിച്ഛേദനയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. Moses said, "We have to circumcise." മോശ പറഞ്ഞു, അവനെ പരിച്ഛേദന കഴിക്കണം. And they had an argument. അവർക്ക് ഒരു വാഗ്വാദം തമ്മിലുണ്ടായി. And who do you think won the argument? ആരാണ് അതിൽ ജയിച്ചിരിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? Moses' wife. മോശയുടെ ഭാര്യയായിരുന്നു. So they did not circumcise the child. അതുകൊണ്ട് കുഞ്ഞിനെ പരിച്ഛേദന The child grew up maybe 12-15 years old. I don't know how old. ആ കുഞ്ഞ് വളർന്നു 10-15 വർഷം എത്രയാണെന്ന് And കൃത്യം now അറിയില്ല. Moses has to become the leader to go and deliver people from Egypt. ഇപ്പോൾ മോശയ്ക്ക് പോയി ആളുകളെ ഈജിപ്തിൽ നിന്നും വിടുവിക്കേണ്ട ഒരു നേതാവായി തീരണമായിരുന്നു. God called him clearly in Exodus 4. എന്നാൽ ദൈവം പുറപ്പാട് 4 വ്യക്തമായിട്ട് പറഞ്ഞു. First of all, in chapter 3, he appeared to him in a burning bush. ആദ്യമായിട്ട് 3-ാം അധ്യായത്തിൽ ഒരു കത്തുന്ന ചെടിക്കൂട്ടത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. And he commissioned him, "You are going to speak to Pharaoh on my behalf." മോശയെ കാര്യം ഏൽപ്പിച്ചു, നീ എനിക്ക് വേണ്ടി അവിടെ പോയി നിൽക്കുവാൻ പോവുകയാണ്. And he gave him power in Exodus 4. മോശയ്ക്ക് ദൈവം ശക്തി നൽകി 4-ാം അധ്യായത്തിൽ. And the Lord told him, "You are going to be my mouthpiece. കർത്താവ് പറഞ്ഞു, നീ എന്റെ വായായി ഇരിക്കണം. I will put," Exodus 4:15, "I will put my words in your mouth." അതിന്റെ 15-ാം വാക്യത്തിൽ നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം, ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും. What an authority he was. Moses, he was going to be the spokesman of God. എത്ര ഒരു അധികാരമാണ് മോശയ്ക്കുണ്ടായിരുന്നത്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നയാൾ. And so Moses goes towards Egypt to be the prophet. അങ്ങനെ മോശ ഈജിപ്തിലേക്ക് പോയി ദൈവത്തിന്റെ പ്രവാചകനായി തീരുവാൻ Now വേണ്ടി. see this amazing word in verse 24. ഈ ആശ്ചര്യകരമായിട്ടുള്ള വാക്യം 24-ാം വാക്യം കാണുക. On the way they stopped in a hotel. അവര് പോകുന്ന വഴിയിൽ ഒരു സത്രത്തിൽ തങ്ങി. And there the Lord sought to kill Moses. അവിടെ കർത്താവ് മോശയെ കൊല്ലുവാൻ ഭാവിച്ചു. Can you imagine calling a person, revealing himself to him, putting his words in his mouth, giving him power, and then trying to kill him? ഈ കാര്യം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരാളെ വിളിച്ച് തന്നെ വെളിപ്പെടുത്തി അവന് ശക്തി നൽകി അതിനുശേഷം അവനെ കൊല്ലാൻ ശ്രമിക്കുക. One would think some enemy would try to kill Moses, not the Lord himself. നമുക്ക് ചിന്തിക്കാം, ഒരു ശത്രുവിന് വേണമെങ്കിൽ മോശയെ കൊല്ലുവാൻ ശ്രമിക്കാം, കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. The Lord tried to kill Moses. എന്നാൽ കർത്താവ് മോശയെ കൊല്ലുവാൻ ശ്രമിച്ചു. The Lord does not show partiality to even his greatest servants. കർത്താവ് തന്റെ ഏറ്റവും ശ്രേഷ്ഠ ശുശ്രൂഷകന്മാർക്ക് പോലും പക്ഷപാതം കാണിക്കുകയില്ല. You may be the greatest elder in CFC. God will be against you if he sees something unrighteous. നീ ഒരുപക്ഷെ CFCയിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മൂപ്പനായിരിക്കാം, എന്നാൽ കർത്താവ് നിന്റെ ഉള്ളിൽ നീതികേട് കാണുകയാണെങ്കിൽ നിനക്കെതിരെ ആയിരിക്കും. Let every elder take a warning from this chapter. ഈ അധ്യായത്തിൽ നിന്നും എല്ലാ മൂപ്പനും ഒരു മുന്നറിയിപ്പായി സ്വീകരിക്കട്ടെ. And we wonder, why is the Lord trying to kill him? What did he do? നാം ആശ്ചര്യപ്പെടും, എന്തുകൊണ്ടാണ് കർത്താവ് മോശയെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്? എന്താണ് ചെയ്തത്? Was Moses trying to commit adultery or murder or something? മോശ വ്യഭിചാരമോ കൊലപാതകമോ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നോ? Was he stealing somebody's money? ആരുടെയെങ്കിലും പണം അപഹരിക്കുകയായിരുന്നോ? All these things. Was he worshipping idols? അതോ വിഗ്രഹങ്ങളെ ആരാധിക്കുകയായിരുന്നോ? All these big sins he was not doing. ഈ വലിയ പാപങ്ങളൊന്നും ആയിരുന്നില്ല മോശ ചെയ്തിരുന്നത്. He was not disobeying any of the 10 commandments. 10 കൽപ്പനകൾ ഒന്നുപോലും മോശ അനുസരണക്കേട് കാണിച്ചിരുന്നില്ല. But he was disobeying one other small commandment. എന്നാൽ ഒരു ചെറിയ കൽപ്പന മോശ അനുസരിച്ചില്ല. You must circumcise your firstborn son. നിങ്ങളുടെ ആദ്യജാതനായ മകനെ നീ പരിച്ഛേദന കഴിക്കണം. Why didn't he do it? എന്തുകൊണ്ടാണ് മോശ ചെയ്യാതിരുന്നത്? Because his wife said no. കാരണം അവന്റെ ഭാര്യ പറഞ്ഞു വേണ്ട എന്ന്. And in order to please his wife, he displeased the Lord. തന്റെ ഭാര്യയെ പ്രസാദിപ്പിക്കുന്നതിന് കർത്താവിനോട് അപ്രീതി ഉണ്ടാക്കി. And I want to say to all of you men, ഞാൻ
നിങ്ങൾ പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, especially leaders. പ്രത്യേകിച്ച് നേതാക്കന്മാർ, If you try to please your wife or any family member and displease the Lord will treat you just like this. നിങ്ങളുടെ ഭാര്യയെയോ നിങ്ങളുടെ ഏതെങ്കിലും കുടുംബാംഗത്തെയോ പ്രസാദിപ്പിച്ചുകൊണ്ട് കർത്താവിന് അപ്രീതി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ രീതിയിലാണ് കർത്താവ് നിങ്ങളോടും പെരുമാറുക. And the Lord will not show any partiality. കർത്താവ് ഒരു പക്ഷപാതവും കാണിക്കുകയില്ല. He will bring you to spiritual death. നിങ്ങളെ ആത്മീയ മരണത്തിലേക്ക് കൊണ്ടുവരും. That is so clear here. അത് ഇവിടെ വളരെ വ്യക്തമാണ്. A small little thing. വളരെ ചെറിയൊരു കാര്യം. Do you think the Lord disregards small disobediences? വളരെ ചെറിയ അനുസരണക്കേടുകളെ ദൈവം അവഗണിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? From this lesson, see, Moses was the most valuable person on the face of the earth at that time. ഇവിടെ കാണുക, ആ സമയത്തെ കർത്താവിന്റെ ഏറ്റവും വിലയേറിയ കർത്താവിന്റെ പ്രവാചകനും ദാസനുമായിരുന്നു മോശ. For 80 years he had trained a man to lead his people out of Egypt. ഈജിപ്തിൽ നിന്ന് തന്റെ ആളുകളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ 80 വർഷം മോശയെ കർത്താവ് ട്രെയിൻ ചെയ്തു. And the Lord tries to kill him. അതിനുശേഷം അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. And if you say, Lord, if you kill him, who will lead the people out of Egypt? കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ അവനെ കൊല്ലുകയാണെങ്കിൽ ആരാണ് ആളുകളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരിക? I will take another 80 years to train another man. ഞാൻ അടുത്ത 80 വർഷം മറ്റൊരാളെ പരിശീലിപ്പിക്കുവാനായിട്ട് ഞാൻ എടുക്കും. But Lord, the children of Israel will be enslaved for another 80 years. കർത്താവെ, അപ്പോൾ ഇസ്രായേൽ മക്കൾ അടുത്ത 80 വർഷവും ദാസന്മാരായി തുടരുമല്ലോ, അടിമകളായിട്ട് പോകുമല്ലോ. What to do? But I need a godly man as a leader. എന്താ ചെയ്യുക? എനിക്ക് ഒരു ദൈവഭക്തനായിട്ട് മനുഷ്യൻ നേതാവായിട്ട് വേണം. I will not use an ungodly man to lead my people. ദൈവഭക്തി ഇല്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ എന്റെ ആളുകളുടെ നേതാവായിട്ട് എടുക്കുകയില്ല. I want to say to all of you CFC elders and facilitators, ഞാൻ നിങ്ങളോട് പറയട്ടെ, CFCയിലുള്ള എല്ലാ മൂപ്പന്മാരോടും ഫെസിലിറ്റേറ്റർമാരോടും, God will not have an ungodly person to lead his people. ദൈവത്തിന് ദൈവഭക്ത ഇല്ലാത്ത അഭക്തരായിട്ടുള്ള ഒരു വ്യക്തിയെ നേതാവായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയില്ല. And without God speaking a word, we read here in verse 25, Zipporah the wife immediately knew what is the reason why God was trying to kill Moses. ദൈവം ഒരു വാക്ക് പറയാതെ തന്നെ 25-ാം വാക്യത്തിൽ മോശയുടെ ഭാര്യ സിപ്പോറയ്ക്ക് മനസ്സിലായി എന്താണ് കാരണമെന്ന്. She knew, because I have not circumcised my child, God is killing my husband. അവൾക്ക് അറിയാമായിരുന്നു, ഞാൻ എന്റെ മകനെ പരിച്ഛേദന ഏൽപ്പിക്കാത്തത് കൊണ്ട് ദൈവം എന്റെ ഭർത്താവിനെ കൊല്ലുന്നു. To save her husband's life, she cut off the foreskin of the son. തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മകന്റെ അഗ്രചർമ്മം അവൾ ഛേദിച്ചു. And she didn't do it cheerfully. You read there in anger. She throws the thing at Moses' feet and said, "You're a bridegroom of blood to me." അത് സന്തോഷത്തോടെ അല്ല അവൾ ചെയ്തത്. അവൾ കോപത്തിൽ അത് ചെയ്തിട്ട് മോശയുടെ നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ എനിക്ക് രക്തമണവാളൻ എന്ന്. And then see what next sentence is. അടുത്ത വാക്യം എന്താണെന്ന് നോക്കുക. Therefore God did not kill Moses. ഇങ്ങനെ അതുകൊണ്ട് ദൈവം മോശയെ കൊന്നില്ല, വിട്ടൊഴിഞ്ഞു. You know how serious it is for a leader to disobey God even in a small thing? ഒരു നേതാവിന് ദൈവത്തെ ചെറിയ കാര്യത്തിൽ പോലും അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് എത്ര ഗൗരവമുള്ളതാണെന്ന് അറിയാമോ? How shall I manifest the life of Jesus in these last days? ഈ അവസാന നാളുകളിൽ എങ്ങനെയാണ് യേശുവിന്റെ ജീവിതം ഞാൻ വെളിപ്പെടുത്തുന്നത്? By obedience in the smallest little thing. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലുമുള്ള അനുസരണത്തിലൂടെ. I remember in one of our CFC churches in America. ഞാൻ ഓർക്കുന്നു, നമ്മുടെ അമേരിക്കയിലുള്ള ഒരു CFC സഭയിൽ we preached, sisters must cover their heads when they pray or share the word. നാം ഇങ്ങനെ പ്രസംഗിച്ചു, സഹോദരിമാർ അവര് പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം പങ്കുവെക്കുമ്പോഴും അവരുടെ തല മൂടണമെന്ന്. It's a small thing, but we must obey God's word in 1 Corinthians chapter. In 1 Corinthians it is mentioned very clearly in chapter 14. അത് ചെറിയൊരു കാര്യമാണ്, എന്നാൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. And 1 Corinthians 11. 1 കൊരിന്ത്യർ 11-ലും. You know what happened? എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? Number of the American sisters got offended.
അമേരിക്കക്കാരികളായിട്ടുള്ള പല സഹോദരിമാർക്കും മുറിപ്പെട്ടു. And they left the church. അവര് സഭയെ വിട്ടുപോയി. They dragged their husbands out. അവരുടെ ഭർത്താക്കന്മാരെയും കൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. And thereby they proved that they were the head of their house. അങ്ങനെ അവർ തെളിയിച്ചത് അവരായിരുന്നു അവരുടെ വീട്ടിലെ നാഥനെന്ന്. So it was true. They did not cover their heads because they were the head of the house. അത് സത്യമായിരുന്നു. They did not cover their heads because they were the head of their homes. അവര് തല മൂടാതിരുന്നതിന്റെ കാരണം അവരായിരുന്നു അവരുടെ ഭവനങ്ങളിലെ തല. When a woman covers her head, she's also saying that I am under my husband. ഒരു സ്ത്രീ തല കവർ ചെയ്യുമ്പോൾ അവൾ പറയുന്നത് ഞാൻ എന്റെ ഭർത്താവിന്റെ താഴെയാണെന്ന്. So they dragged their husbands and left the church. അവര് ഭർത്താക്കന്മാരെയും കൊണ്ട് സഭ വിട്ടുപോയി. I told those elders, praise the Lord. Now we can build the true church of Jesus Christ. ഞാൻ മൂപ്പന്മാരോട് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ഇപ്പോൾ നമുക്ക് കർത്താവിന്റെ യഥാർത്ഥ സഭ പണിയാൻ കഴിയും. So what if most of the people leave the church? മിക്കവാറും ആളുകൾ സഭ വിട്ടുപോകുന്നത് കൊണ്ട് എന്താണ്? We don't want the Lord to bring death into the church like almost death came into Moses' life because of disobedience in a small thing. നമുക്ക് മോശയുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യത്തിലുള്ള അനുസരണക്കേടിനാൽ മരണം വന്നതുപോലെ നമ്മുടെ ഇടയിൽ മരണം വരുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. How many believers will hold the standard high in a small thing? എത്ര വിശ്വാസികൾ ഒരു ചെറിയ കാര്യത്തിൽ നിലവാരം ഉയർത്തിപ്പിടിക്കും? That lesson from Exodus chapter 4 is very important for all of us. പുറപ്പാട് 4 ഉള്ള ആ പാഠം നമ്മെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. So when we think of manifesting the life of Jesus, നാം യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ let us just remember this one sentence finally. നമുക്ക് ഈ ഒരു വാചകം ഓർത്തുകൊണ്ടിരിക്കാം അവസാനമായി. Matthew chapter 5. മത്തായി 5. Jesus said, യേശു പറഞ്ഞു, Matthew 5 verse 19. മത്തായി 5:19. Read carefully. ശ്രദ്ധയോടെ വായിക്കുക. Whoever cancels one of the least of these commandments and teaches others to cancel it will be called least in the kingdom of God. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. That teaches us one thing: there are big commandments and small commandments. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വലിയ കൽപ്പനകളുമുണ്ട് ചെറിയ കൽപ്പനകളുമുണ്ട് എന്ന്. All commandments are not equal. എല്ലാ കൽപ്പനകളും ഒരേപോലെ ഉള്ളതല്ല. Don't kill is more serious than veil your head when you pray. കൊല്ലരുത് എന്നുള്ളത് നിങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടണം എന്ന് സഹോദരിമാട് പറയുന്നത് പോലെ ഒരുപോലെയുള്ളതല്ല. But the Lord says it is by the small commandments that I see whether you can be valuable in the kingdom of God. എന്നാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വിലയേറിയവരാണോ എന്ന് കാണുന്നത് ചെറിയ കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. See the rest of verse 19. Whoever keeps and teaches these small commandments will be called great in God's kingdom. 19 ബാക്കി ഭാഗം നോക്കുക. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. So it is not by teaching that you don't kill that you show yourself you are great in God's kingdom, but by teaching that sisters should veil their heads when they pray. നിങ്ങൾ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നതിലൂടെയല്ല സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരുന്നത്, എന്നാൽ ആ സഹോദരിയോട് നീ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടണം എന്ന് പറയുന്നതിലൂടെയാണ്. Or some other small commandment. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ചെറിയ കൽപ്പനകൾ. My dear brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, let's learn this lesson. നമുക്ക് ഈ പാഠം പഠിക്കാം. We manifest the life of Jesus by obedience to his smallest commandments. നാം യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നത് ഏറ്റവും ചെറിയ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെയാണ്. And by all the obedience to all the others also. അത് കൂടാതെ മറ്റ് കൽപ്പനകളും അനുസരിച്ചുകൊണ്ട്. He who has ears to hear, let him hear. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, help us never to forget the truths that you have spoken to us in this day. അങ്ങ് ഞങ്ങളോട് ഇന്ന് സംസാരിച്ച സത്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ സഹായിക്കണമേ. And to live according to them. അതനുസരിച്ച് ജീവിക്കാനും സഹായിക്കണമേ. We pray in the name of our Lord Jesus Christ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Thank you, brothers and sisters. നന്ദി സഹോദരി സഹോദരന്മാരെ. Thank you, Jinesh. നന്ദി ജിനേഷ്. താങ്ക് യു ബ്രദർ.